ത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നോടുകൂടി അധ്വാനിക്കണമേ. എന്ത് ചെയ്യാനും, ചപ്പാത്തി ഉണ്ടാക്കാനോ, വണ്ടി ഓടിക്കാനോ, വ്യക്തികളുമായി സ്നേഹബന്ധത്തിലായിരിക്കാനോ, പാപങ്ങൾ വെറുത്തുവതിനെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടി അധ്വാനിക്കും. എൻ്റെ പരിശുദ്ധാത്മാവേ എന്നോടുകൂടി ചലിക്കണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ എന്നോടുകൂടി അധ്വാനിക്കണമേ. ദൈവവചന വാക്ക് തന്നെ പറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇത് കേൾക്കാത്ത മട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, നമ്മളെ ചലിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കണേ, സ്തുതിക്കാൻ എന്നോടുകൂടി അധ്വാനിക്കണേ എന്ന് പറഞ്ഞിട്ട് മക്കളൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ എന്നോടുകൂടി അധ്വാനിക്കണമേ. ഭാര്യ ഭർത്തൃ ബന്ധത്തില് സന്തോഷത്തോടെ ജീവിക്കാൻ എന്നോട് അധ്വാനിക്കണമേ. സന്യാസ ജീവിതത്തിന്റെ ആ വലിയ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവമായ ഐക്യത്തിന്റെ ആത്മാവെ എന്നോടുകൂടി അധ്വാനിക്കണമേ. വചനം ശ്രവിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, വചനം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ, വചനത്തിനകത്തെ ജീവനും ആത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. അധ്വാനിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ടിരിക്കുക. സന്തോഷമായ നടത്തിയിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഉറക്ക ചോദിച്ചോ, പേടിക്കലോട് ഈശോ കേട്ടോട്ടെ. ചോദിച്ചേ, അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, സന്തോഷമായെന്നാ? സന്തോഷമായോ? സന്തോഷമില്ലാത്തവരാരെങ്കിലും ഞാൻ കണ്ടോ അവൻ നോക്കിയപ്പോ? ഇല്ല. അങ്ങനെ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എല്ലാവർക്കും നല്ല സന്തോഷം. ഈ പരിശുദ്ധാത്മാവ് വളരെ ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് പറയുവാണേ, നിങ്ങളോട് ഓരോരുത്തരോടും പറയുവാണ്. ആരാ പറയുന്നത്? ദൈവമാണ് കൽപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുവാണേ, ഞാൻ ഇനി മുതൽ നിന്റെ ഉറ്റ സുഹൃത്തും. കൂട്ടായോ? ഞാൻ ഇനി മുതൽ നിന്റെ ഉറ്റ സുഹൃത്തും. എന്നാന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞേ. എന്നെ സംബന്ധിച്ച് ഉറ്റ സുഹൃത്ത്. ഒരിക്കലും വഴി തെറ്റിക്കുകയില്ല, ഒരിക്കലും സൗഹൃദം ഇല്ലാതിരിക്കുകയില്ല. ഉറ്റ സുഹൃത്തും. അടുത്ത വാക്ക് അതിനൊക്കെ വേണ്ടി ഗ്രേഡ് കൂടിയതാണ്. എന്താ പറയണെന്ന് അറിയാമോ? ഞാൻ നിന്റെ സന്തത സഹചാരിയും. സന്തത സഹചാരി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിന്നോടുകൂടി ആയിരിക്കാൻ, എന്നേക്കും നിന്നോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായനെ എവിടെ പോയാലും, സഹനം ഉണ്ടായാലും വിഷമമുണ്ടായാലും എന്നാണേലും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിന്റെ സന്തത സഹചാരി. നീ പ്രായമായാലും ചെറുപ്പമാണെങ്കിലും യൗവനമാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയാം, ഞാൻ നിന്റെ ഉറ്റ സുഹൃത്തും. അടുത്ത വാക്കെന്നതാ? സന്തത സഹചാരി. മരണനേരത്തും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മുദ്ര കുത്തിയിരിക്കുന്ന ആരാ? മുദ്രയായിട്ട് വന്നിരിക്കുന്ന ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ ആചാരമായിട്ട് മാമോദീസായിലൂടെ നമുക്ക് നൽകിയതാണ്. അപ്പൊ എൻ്റെ ഹൃദയത്തിന്റെ അകത്തലത്തിൽ, അല്ലെങ്കിൽ മനുഷ്യാത്മാവിന്റെ അകത്തലത്തിൽ, അന്തരംഗത്തില് സ്വർഗത്തിൽ ചെല്ലുമ്പോ ആ ആത്മാവിൽ ഹോളി സ്പിരിറ്റ് എന്ന് എഴുതി വെച്ചിരിക്കും. ചിലപ്പം ലവ് എന്നാണ് എഴുതി വെച്ചിരിക്കും, സ്നേഹത്തിന്റെ ആത്മാവ്. അതെന്താണെന്ന് അറിയത്തില്ല. ഒന്ന് ആത്മാവിനെ പരിശോധിച്ച് നോക്കിക്കുക, എന്നതാണ് എഴുതിയിരിക്കുന്നതെന്ന്. ആത്മാവുണ്ടോ? ഇല്ല. മിണ്ടിയല്ല, പേടിയ പറയാൻ. മാമോദീസായുടെ കിട്ടിയതല്ലേ, മുദ്ര സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിലേക്ക് തിന്മ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെല്ലാം അട്ടിപ്പായിക്കും. അതാണ് നമ്മുടെ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തില് 18-ാം വാക്യത്തില് കർത്താവ് യേശു മരുഭൂമിവാസം കഴിഞ്ഞിട്ട് ആദ്യമായി സിനഗോഗിൽ പ്രസംഗിക്കാൻ കയറിയപ്പോഴ് കർത്താവ് തന്നെ വിളിച്ചു പറയുക, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എൻ്റെ ദേഹത്തുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ചിന്തയിലുണ്ട്, എൻ്റെ ഭാവനയിലുണ്ട്, എൻ്റെ വികാരങ്ങളിലുണ്ട്, ഫുള്ളായിട്ട് എന്നിലുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച്
അപ്പോഴാണ് ദൈവരാജ്യം നമ്മൾ ആദ്യത്തെ ദിവസത്തിൽ സൂചിപ്പിച്ചു പോയായിരുന്നു. ബെൽസെബൂബിനെ ഒഴിവാക്കുന്നത്, ഈശോ ബെൽസെബൂബിനെ ഒഴിവാക്കിയത് പിശാചിനെ കൊണ്ട് തന്നെയാണ്, ബെൽസെബൂബിനെ കൊണ്ട് തന്നെയാണെന്ന് യഹൂദ പ്രമാണികൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാലാണ് ഞാൻ പിശാചിനെ ഒഴിവാക്കുന്നെങ്കിൽ നിങ്ങളിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഇത് വലിയ വചനമാണ്. നോക്കി, ഇപ്പൊ കർത്താവ് പിശാചിനെ എല്ലാം ഒഴിവാക്കിയിട്ട് സിനഗോഗിലെല്ലാവരും തച്ചന്റെ മകൻ എന്നതിന് കയറിയിരിക്കുന്ന ആശാരിപ്പയ്യൻ എന്തിനായി കയറിയിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, അവരെല്ലാം എന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. ഇവൻ എന്നതായി പറയാൻ പോകുന്നു. ആദ്യത്തെ വചന പ്രഘോഷണം. അന്നേരം ധൈര്യപൂർവ്വം ഈശോ പറയുക, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്റെ ശിരസിലുണ്ട്, എന്റെ ചിന്തയിലുണ്ട്, എന്റെ ഭാവനയിലുണ്ട്, എന്റെ വചന പ്രഘോഷണത്തിലുണ്ട്. ഞാൻ വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുള്ളത് കൊണ്ട് വ്യക്തികൾ തിന്മയിലാണെങ്കിൽ ജ്ഞാനത്തോടുകൂടി അതിനെ തിരിച്ചറിയാൻ പറ്റും. മറയ്ക്കപ്പെട്ട പാവം എന്നുള്ള കർത്താവ് സിസ്റ്ററിനോട് ഒത്തിരി പേർക്ക് വെളിപ്പെട്ട് കിട്ടി, ഇല്ലേ? ശരിയായിരുന്നു അത്. അപ്പൊ വ്യക്തിപരമായിട്ട് പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, മറഞ്ഞു കിടക്കുന്ന പാവം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോഴേ ഒരുപാട് രഹസ്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം അനുഭവിച്ചു, അല്ലേ? ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ കർത്താവിന്റെ ആത്മാവിനെ റോമ 5:5 പറയുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെ എന്താ പറയണേ? സ്നേഹത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നെ എങ്ങനെയാണ് റോമ 5:5 പറയുന്നത്? അങ്ങനെ നിങ്ങൾ പ്രഘോഷിക്കാൻ കഴിയൂ. എന്താ പറയുക? ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് ചൊരിയപ്പെട്ടത്, ഒഴിച്ചു തരിക. അതാണ് കർത്താവ് കൂടാരത്തിരുന്നാളിന് ഏറ്റു നിന്നിട്ട് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദിയെ വഴിയിലേക്കോ ജീവജലത്തിന്റെ അരുവികൾ, നദികൾ ഒഴുകും. അതാകട്ടെ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22-ാം മുതൽ 22-ാം വാക്യം പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങളാണ് ഈ ജീവജല നദി. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിച്ചായിരുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലൂടെ ജീവജല നദി ഒഴുകുന്നു. ജീവജല നദിക്ക് ഇടയില് സൈഡുകളില് ജീവന്റെ വൃക്ഷമായി ഈ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. സ്വർഗത്തിൽ പോകാൻ, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷമ, സമാധാനം, നന്മ, ദയ, ആത്മസംയമനം, കരുണ, ഇതെല്ലാം ഈ ജീവജല നദിയിൽ കുളിച്ചാൽ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചത്, എൻ്റെ പരിശുദ്ധാത്മാവേ എന്നിലൊന്ന് എഴുന്നള്ളി വരണമേ. then അടുത്ത വാക്ക് എന്നോടുകൂടി, കേട്ടില്ല? എന്നോടുകൂടി ഉറക്കെ പറഞ്ഞോ, എന്നോടുകൂടി അധ്വാനിക്കണമേ. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴും അച്ഛനെ ത്രിത്വീയ ദൈവത്തിൻ്റെ വലിയ ആവിഷ്കാരം നമ്മളിൽ വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ഓർക്കുക, ദൈവം എൻ്റെ പേരെന്നറിയുടെ ആരാണ് തരുന്നത്? എന്തിനാ? യൂറോപ്യൻ നാടുകളിൽ PR കിട്ടാൻ. എന്ത് കഷ്ടപ്പാടാ! എത്ര പേരുടെ കള്ളത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താലോ, എന്ത് പാടുപെട്ട് IELTS പാസ്സായാലോ, എവിടെയാ? ലോകത്തിൻ്റെ അങ്ങേ അതിർത്തിയിൽ തിന്മയെല്ലാം കൂടെ വാരിക്കൂട്ടി മാമോദിസായി കിട്ടിയ അഭിഷേകമെല്ലാം കളഞ്ഞ് ജീവിക്കാൻ എത്ര രൂപ കൊടുക്കണേ? IELTS കഴിഞ്ഞ പ്രാവശ്യം എഴുതി മടുത്ത 7-ാം പ്രാവശ്യം വന്നിട്ട് ഒന്ന് തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ച സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ എനിക്കിത് കിട്ടുമെന്ന് ദൈവം ചോദിച്ചത് കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞ ചേച്ചി ഇനി പഠിക്കണ്ട, പ്രായം എത്രയെന്ന് പറയുന്നത് 39 വയസ്സ്. ഞാൻ പറഞ്ഞ ഇനി പഠിക്കണ്ട, പരിശുദ്ധാത്മാവേ, സകല കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു. കിട്ടി. അതിനൊക്കെ വേണ്ടി ജോലിക്ക് വേണ്ടി ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഉറക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കേണ്ട. അതിനെ ഉറക്കെ പറയുമ്പോൾ നമ്മളെ തെറ്റ് വിട്ടുപോക്കോളും. ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവാണ് ഈ കൂട്ടിച്ചേർക്കൽ നടക്കുന്നത്.
യേശു ഇങ്ങനെ ആദ്യമേ സിനഗോഗിൽ കയറിയിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞ് പറയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്നാ ചെയ്യാനാ? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ ചോദിച്ചു, യെശയ്യായുടെ നാവില് കൊടില് കൊണ്ടുവന്ന ഒരു ദൂതൻ വന്നിട്ട് നാവിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിലവിളിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ചോദിക്കുകയാണ്, അന്നേരം ചോദിക്കുകയാണ്, ഞാൻ എന്നാ ചെയ്യണ്ടേ? ആരെയാണ് നയിക്കുന്നത്? ഞാൻ പോകാൻ കേട്ടോ. ദൈവം അന്നേരം വലിയ സൗഹൃദം സൃഷ്ടിക്കുകയാണ്. ഇപ്പം എൻ്റെ കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടാവെന്ന് ചോദിച്ചാൽ, വീട്ടിലെ പശു, റബ്ബർ, ജോലി, എന്തെല്ലാം ന്യായങ്ങൾ പറയണേ അല്ലേ? യെശയ്യായ്ക്ക് സ്വർഗദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ തന്നെ ആരെയാണ് അയക്കുന്നത്? ഞാൻ പോകാം കേട്ടോ. ഇതാണ് ഈ ജീവജല നദിയിൽ മുങ്ങിക്കൊളിച്ച് കഴിയുമ്പോൾ ചെയ്യാനുള്ള വലിയ അഭിഷേകം. കർത്താവ് പറയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ. കഞ്ഞി വെക്കാനില്ലാത്തവരോടല്ല, ആത്മാവിന് പരിശുദ്ധാത്മാവിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട്, പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാതെ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്നവരോടാണ് പറയുന്നത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരാകുന്നു പറഞ്ഞ് വചനം പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവര് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ദരിദ്രയാണ്. 2 നില കെട്ടിടത്തിൽ ജീവിക്കുന്നവരാ, 3 നില കെട്ടിടത്തിൽ ജീവിക്കുന്നവരാണേലും അവരും മനസ്സിലാക്കണം. ധ്യാനകേന്ദ്രത്തിൽ ജീവിക്കുന്ന ഞാനും മനസ്സിലാക്കണം, ഞാൻ ആത്മാവിൽ ദരിദ്രയാണ്. കാരണം വചനത്തിൻ്റെ ദാരിദ്ര്യം, കാരുണ്യത്തിൻ്റെ ദാരിദ്ര്യം, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം, ഒത്തിരി കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദാരിദ്ര്യം. നമുക്ക് ധൈര്യപൂർവ്വം എഴുന്നേറ്റൊരു വചനം പറയാനായിട്ട് പറ്റാത്തതെങ്കിൽ ആത്മാവിൽ ദരിദ്രരാണ് നമ്മൾ. പക്ഷെ കർത്താവ് പറയാ, ഞാൻ ഈ മരുഭൂമിവാസമെല്ലാം കഴിഞ്ഞ് തിന്മയെല്ലാം മാറ്റിയിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനാണ്. ഈ സുവിശേഷം ഞാൻ തന്നെയാണ്. അനുതാപത്തെ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എവിടെയാ? ദൈവരാജ്യം എവിടെയാ? അങ്ങ് ആകാശത്തിന്റെ മുകളിൽ തട്ടാണോ? എൻ്റെ ദൈവരാജ്യം എന്നിൽ തന്നെ. ഓർക്കെ പറഞ്ഞ മക്കളെ, ദൈവരാജ്യം എന്നിൽ തന്നെ. പറയാത്തവരൊന്നും ഓർക്കെ പറഞ്ഞു, പറയാത്തവരുണ്ട്. ദൈവരാജ്യം ഓർക്കെ പറ, ദൈവരാജ്യം എന്നിൽ തന്നെ. ദൈവരാജ്യം നിങ്ങളിൽ തന്നെ. ഈശോ നിങ്ങളിൽ തന്നെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തന്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ അച്ഛൻ പറയുകയുണ്ടായി, പിതാവിന് എന്ത് ആഗ്രഹമെന്നറിയാവോ? എന്നതിനെ ആഗ്രഹിച്ചേ നമ്മുടെ ഉള്ളിലൊന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു വഴി കണ്ടുപിടിച്ചത് എന്നാ? സ്വന്തം ഉള്ളിൻ്റെ ഉള്ളായ പുത്രനെ തന്നേച്ചു. ദൂർത്തപുത്രന്റെ ഉപമയിൽ ദാസിദാസന്മാരൊക്കെ കൂടി മോതിരണിയിക്കുന്നു, ചെരുപ്പണിയിക്കുന്നു, എല്ലാം കണ്ടിട്ടോ വെളുത്ത കാളക്കുട്ടിയെ കൊന്ന്. ആരെയും വെളുത്ത കാളക്കുട്ടിയെ അറിയുന്നു? വിലയ്ക്ക് വാങ്ങിയതാണോ ആ കാളക്കുട്ടി? കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ എങ്ങോട്ടാ പോയത്? വിശുദ്ധ കുർബാനയിലേക്ക്. മെഴുത്ത കുഞ്ഞാടിനെ കൊന്നാണ്, അതിൻ്റെ ശരീരവും രക്തവുമാണ് എൻ്റെ ആത്മാവിലെ ഭോഷണമായി ദൈവം നൽകിയത്. തിരിച്ചറിയ മക്കളെ, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ടെന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ദീപാഹാരിനീശോയെ വലിയ രഹസ്യ മക്കള് ഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആത്മാവിൽ ദരിദ്രരായവരില് ഈശോ സുവിശേഷം പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ബധിതർക്ക് നൈട്ടും ചെവി കഴിവിട്ടു. കഴിഞ്ഞ 3 ധ്യാനത്തിലും 6-7 വർഷം ചെവി വെക്കാൻ മേലാത്തവർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ വന്ന് ഇന്നിപ്പോൾ ചെവി കേൾക്കാൻ മേലാത്തവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയിട്ടുണ്ടോ? ചെറുതായി പരിശോധിച്ചോ? ബധിതർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഇവിടെ ഇരിക്കുന്ന സന്യാസത്തിലിരിക്കുന്നവരുടെ സന്യാസിനികളാണേലും അൽമായരാണേലും കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിന്നെല്ലാം അടിച്ചമർത്തപ്പെട്ടതാണ്. രോഗത്തിന്റെ പീഡയാൽ നമ്മൾ അടിച്ചമർത്തപ്പെട്ട ആദ്യത്തെ ദിവസത്തെ പോലെയല്ല. അപ്പം നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് മനസ്സ് സ്വതന്ത്രമല്ലേ? സ്നേഹക്കെട്ടുകളെ, സ്നേഹക്കെട്ടുകളെ പോരാ, സ്നേഹക്കെട്ടുകളെ സ്വരം പോരാ. സ്നേഹത്തിന്റെ ആത്മാവിന്റെ കട്ടയാണ് നിങ്ങൾ. സ്നേഹക്കെട്ടുകളെ, സ്വർണ്ണക്കെട്ടുകളെ, തങ്കക്കെട്ടുകളെ, ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാനും സ്നേഹാന്നിയും സ്നേഹാന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ അത് മറന്നുപോയോ? 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 മച്ചി മറന്നോ? സ്നേഹക്കട്ട എന്നുള്ള കാര്യം മറന്നുപോയോ? പരിശുദ്ധാത്മാവിന്റെ ഭാഗം സ്നേഹത്തിന്റെ ആത്മാവിന്റെ ഒരു കട്ട. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ ഛായ സ്നേഹമാണെന്നതിനെ അതിലെ ആവർത്തിച്ചു പോകല്ല. അപ്പോൾ ബധിരർക്ക് കേൾവി, അന്ധന് കാഴ്ച, ബധിരർക്ക് കേൾവി, സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരശക്തി, ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, സ്വതന്ത്രനാക്കിയാൽ നീ സ്വാതന്ത്ര്യം അനുഭവിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, സന്തത സഹചാരിയായി അവനിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം. അത് ഭൗതിക ജീവിതത്തിന് വേണ്ടി അത് ദുരുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം. എൻ്റെ ആത്മാവ് എന്തിൽ നിന്നോ വിടുതൽ പ്രാപിച്ച് സ്വർഗം വരെ എത്തുന്ന സന്തോഷത്തിലായിരിക്കുന്ന അവസ്ഥ. ആത്മാവിൻ്റെ ഫലങ്ങളാവട്ടെ, സന്തോഷം, സമാധാനം എല്ലാം ഈ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് ധൈര്യപൂർവ്വം പറയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് വന്ന് അധ്വാനിക്കാൻ തുടങ്ങണം. സഹോദരങ്ങളെ, ആദ്യകാലത്തുള്ള കുറേ നാളുകളായി വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ട് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കൊട്ടേഷനായിരുന്നു പറഞ്ഞു തരുന്നത്. ഇപ്പം ഈ വചനം തന്നെ ഇങ്ങനെ പറഞ്ഞു തരും, കൊട്ടേഷനും പറഞ്ഞാൽ ആദ്യകാലത്തപ്പോൾ പറയുമ്പോൾ പിന്നെ കൊട്ടേഷൻ എടുപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് പറയണത്. ഇപ്പം വചനം പ്രഘോഷിക്കുമ്പോൾ കർത്താവ് വചനവും കൊട്ടേഷനോട് ഒരുമിച്ച് തരിക, അതിൻ്റെ വ്യാഖ്യാനങ്ങളുടെ ഒരുമിച്ച് തരിക. അതുകൊണ്ട് ഞാനും ധൈര്യപൂർവ്വം പറയും, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്കായി അയച്ചിരിക്കുന്നു, സംശയമൊന്നും ഇല്ല എനിക്ക്. എൻ്റെ കർത്താവ് എന്നെ സുവിശേഷം പ്രസംഗിക്കുവാനായി, ആ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആത്മാക്കളെ രക്ഷിക്കാനായി എന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കൈ ഉയർത്തിക്കേ. കണ്ടോ എത്ര പേര്? മധ്യസ്ഥ പ്രാർത്ഥന ഒരു തെരഞ്ഞെടുപ്പാണ്. സുവിശേഷ വേല മൈക്ക് പിടിച്ച് ചെയ്യണമെന്നില്ല. ദരിദ്രരെ സഹായിക്കുന്നു, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം സുവിശേഷ പ്രഘോഷണം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞത്. ഈ ധ്യാനിക്കാൻ വന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കിടക്കുമ്പോൾ ചിലപ്പോൾ ആളില്ലാത്തതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ധൈര്യപൂർവ്വം ഞാൻ പറയും, എന്ന് പറയാം, കിടന്നുണ്ട്, കുഴപ്പമില്ല, ധൈര്യപൂർവ്വം ഞാൻ പറയും, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് തുടങ്ങിയതെന്ന് പറയാമോ? ഈ ധ്യാനം കൂടിയപ്പോഴാണ്, സെമിനാരി വന്നപ്പോഴാണോ ജോലി? എന്നാ തിരഞ്ഞെടുത്തത്? നമ്മൾ മാമോദീസ മുങ്ങിയപ്പോൾ. പിശാചിനിയവന്റെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ വെറുത്തുപേഴ്ചെന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ മുതൽ, നിത്യജീവനിൽ നമുക്ക് പങ്കാളിത്തം കിട്ടിയത് മുതൽ, അത് വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ ദൈവത്തിന്റെ ഭാഗഭാഗിത്വം കിട്ടിയത് മുതൽ, പ്രത്യേകിച്ച് സന്യാസിനികളായിരിക്കുന്ന വ്യക്തികൾ മാമോദീസയിൽ കിട്ടിയ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വചനം പറഞ്ഞൊരു വ്യക്തിയെ സൗഖ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ സന്യാസ ജീവിതം ഫലപ്രദമാകുകയില്ല, ഉറപ്പിച്ചു പറയും. പക്ഷേ ഉണ്ടല്ലോ, കുറേയേറെ സഹനമുണ്ട് കേട്ടോ. പക്ഷെ ഈശോയുടെ കൂടെ നടന്ന് ഈ രക്തരഹിതമായ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് ഇവിടെ വചന പ്രഘോഷകരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തെന്ന് മനസ്സിലായി കിട്ടിയ ഒരു കൈകൾ ഉയർത്തി, കൈകൾ അടച്ച് നന്ദി പറഞ്ഞു. നിങ്ങൾ ധ്യാനിക്കാൻ വരുന്നത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണം. അപ്പൊ കർത്താവ് എന്തെങ്കിലും
ദൈവലേഖനത്തോടെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുക. എത്ര പ്രാവശ്യം ധ്യാനം കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനത്തിന് 40 പ്രാവശ്യം ധ്യാനം കൂടി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നേ, എനിക്ക് ഭയങ്കര അഭിഷേകമായെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ ചേച്ചി എന്നോട് പറഞ്ഞു 10-30 വർഷം പനക്കലച്ചന്റെ കൂടെ കൗൺസിലിംഗ് നടത്തിയത്. ചേച്ചി പറഞ്ഞ കാര്യമായതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം നൽകുക. അവിടെ പലപ്പോഴും ആന്തരിക സൗഖ്യത്തിന്റെ ക്ലാസ് വരാറുണ്ട്. പല അഭിഷേക പ്രാർത്ഥന എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. 30 വർഷം നിന്ന് പലരുടെ മോൾക്കൂടെ ഇതെല്ലാം പോകുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനോട് എൻ്റെ കൂടെ അധ്വാനിക്കണമേ എന്ന് പറയാൻ ചേച്ചിക്ക് പറ്റിയില്ല. പക്ഷേ സുവിശേഷ വേലയുടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറയാം, ആദ്യത്തെ ദിവസം തന്നെ വിശുദ്ധിയുടെ അഭിഷേകം എനിക്ക് കിട്ടി. അതെന്നതാണോ എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. അച്ഛൻ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഈ ദൈവവിളിയിലേക്ക് കടന്നു വന്നിട്ട് ആ പരിശുദ്ധി എന്നിലേക്ക്, ആ പരിശുദ്ധൻ പരിശുദ്ധൻ ഞാൻ അതേപടി അനുസരിച്ചു. പക്ഷെ ഏതോ ഒരു വലിയ ശക്തിയും വിശുദ്ധിയും വന്ന് നിറഞ്ഞിട്ട് അത് വ്യാഖ്യാനിക്കാൻ എനിക്കറിയത്തില്ല. ഇവിടെ 81 വയസ്സുള്ള ചേച്ചിയെ എന്നോട് പറഞ്ഞത് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് കൗൺസിലിംഗ് നടത്തിയപ്പോൾ കരകടിച്ച് നന്ദി പറഞ്ഞേ. അതുപോലെ വർഷങ്ങളോളം ഞാൻ ആന്തരിക സൗഖ്യം സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടും കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തേലും ആന്തരിക സൗഖ്യത്തിന്റെ കാശ് ഇതൊന്നും അവരാരും പറഞ്ഞില്ലല്ലോ. ഏത് സ്നേഹക്കട്ടകളെ സത്യം അറിഞ്ഞില്ല. നമ്മൾ സ്നേഹമെന്ന് അറിയുവാണെങ്കിൽ, തിരിച്ചറിയുവാണെങ്കിൽ, ദൈവത്തിന്റെ ഛായ സാദൃശ്യവുമാണ് എന്നെ ജീവിക്കുന്നതെന്ന് അറിയുവാണെങ്കിൽ, ഞാൻ തെറി പറയുമോ, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമോ? ഇതിനകത്ത് ഏറ്റവും വലിയ ആളാരാണ്? ദൈവത്തിന് മുമ്പായ ഏറ്റവും വലിയ ആളാരാണ്? സിസ്റ്റർ. അത് വരുമെന്ന് എനിക്കറിയായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഞാൻ ഒത്തിരി വലിയ ആളാണോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? വചനം പറഞ്ഞുകൊണ്ടാണോ? ദൈവം എന്നെ പറഞ്ഞേ, ദൈവം എന്നെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആരാ? സ്നേഹം. അപ്പം ഇത് വലിയവരോ ചെറിയവരോ വല്ലതും ഉണ്ടോ? ദൈവത്തിൻ്റെ മക്കളെല്ലാവരും തുല്യരാണ്. ഞാൻ ഈശോയോട് പറഞ്ഞായിരുന്നു. ഞാൻ അതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും അച്ഛനൊരു ആരോഗ്യം കിട്ടുന്നില്ല, ഒരു ബലം കിട്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ കയറി കഴിയുമ്പോൾ കർത്താവ് സംസാരിച്ചു. ശരിയാ, കർത്താവ് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം ബലമായി മാറും. കർത്താവ് ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിരിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മളോട് തന്നെ വചനം പ്രഘോഷിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പണി ചെയ്യുമ്പം, മക്കളെ വളർത്തുമ്പം, പഠിക്കുമ്പം, സിസ്റ്റേഴ്സിൻ്റെ മാസധ്യാനം കൂടുമ്പോൾ, വാർഷിക ധ്യാനം കൂടുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പറമ്പിൽ അധ്വാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയണം. എന്ത് പറയണം എന്ന് അവർക്ക് പറഞ്ഞേ? പരിശുദ്ധാത്മാവ് കേൾക്കട്ടെ. സന്തോഷം ഒന്നുകൂടെ പറഞ്ഞേ. ഇത് സന്തോഷത്തോടുകൂടി ദൈവത്തിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ജീവജല നദിയെ പാടി പ്രാർത്ഥിച്ചപ്പോൾ ഈ മഹത്വത്തിന്റെ ആത്മാവ്, അത് പ്രകാശപൂർണമായ ഒരവസ്ഥയാണ്. അതിങ്ങനെ ചലിക്കുമായിരുന്നേ. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കൈ ചുമ്മാ ഉയർത്തിപ്പിടിച്ചില്ലേ, അത് കണ്ടോണ്ട് ഞാൻ എല്ലാവരിലേക്ക് അത് വീഴട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇതുപോലെ തന്നെ എസെക്കിയേൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരം. കർത്താവിൻ്റെ കരമാരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ശക്തമായ ഭുജം കൊണ്ട് അവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഭുജം, കരം. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ ആവസിച്ച് ഫുള്ളായിട്ട് പരിശുദ്ധാത്മാവ് ആവസിച്ചു കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മയ്ക്ക് എന്നാ സംഭവിച്ചെന്ന് പറയാവോ? പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി. ഭയങ്കര രഹസ്യത്. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി ആര്? പരിശുദ്ധ അമ്മ. അപ്പൊ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ബീജം, ദൈവത്തിന്റെ ബീജം അവളിൽ കടന്നു ചെന്നിട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന വചനം പറഞ്ഞുകൊണ്ടിരുന്ന മകളിലേക്ക്
ഉള്ളിലും ഉണ്ണി വിറക്കും. ക്രിസ്മസ് ആഘോഷിച്ച് കഴിഞ്ഞില്ലേ? ഏത് വചനമാണ് എന്നിൽ മാംസം ധരിച്ച് എന്നിൽ ഉണ്ണീശോ ആയിരുന്ന പറയാൻ ധൈര്യമുണ്ടോ? ഈ ക്രിസ്മസ് ദിവസം മതി, ഞാൻ 25 നോമ്പൊന്നും എടുക്കുന്നില്ല. ഏത് വചനമാണ് എന്നിൽ മാംസം ധരിച്ചത്? ഏതെങ്കിലും ഒരു വചനം ഞാൻ അനുസരിച്ചാൽ, ഏതെങ്കിലും ഒരു വചനത്തെ ഞാൻ സ്വീകരിച്ചാൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കും. വചനം മാംസമാകുമ്പോൾ എന്നിൽ ഉണ്ണി വിറക്കും. അപ്പോൾ നാം രക്ഷകന്റെ അമ്മയായി മാറും. സിസ്റ്റർ ഭാഷണ്ടത് പഠിപ്പിക്കുവാണോ? രക്ഷകന്റെ അമ്മയായി പുരുഷന്മാരും സ്ത്രീകളും മാറും. നമ്മൾ മറ്റുള്ളവരുടെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്ന് മറ്റുള്ളവർ പറയണം. ഈശോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരും അമ്മയും കൂടി വാതുക്കെ വന്ന് കുറേ നേരം ഈ കൊച്ചുവല്ലം കഴിച്ചോ, അമ്മയുടെ മുമ്പിൽ അറിയാലോ, ഇത് വല്ലതും കഴിച്ചോ നോക്കിയപ്പോൾ ആരാണ്ട് വന്ന് അതൊക്കെ പറഞ്ഞു. ശിഷ്യന്മാരുടെ അമ്മ അവിടെ ആൾക്കാർ ഒത്തിരി പേര് വന്ന് നോക്കുന്ന കർത്താവിൻ്റെ ഈശോയുടെ അമ്മയും കൂടെയുണ്ട്. ഉടനെ ഈശോ എന്ന് പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മ? എങ്ങനെ പറഞ്ഞ മറുപടി? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവര്. ഹിതം, വചനം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും. സഹോദരങ്ങളെ, ഒരു വചനം അനുസരിച്ചാൽ കിട്ടുന്നത് എന്ത് വലിയ ഭാഗ്യമാണെന്ന് നോക്കിക്കേ. ഏതെങ്കിലും ഒരു വചനം മതി. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഈ പ്രാവശ്യം ഈ ദിവസങ്ങളിൽ അനുഭവിച്ച് വചനത്തെ മാംസമാക്കിയെങ്കിൽ ഞാൻ ഈശോയുടെ അമ്മയാകും. മറ്റുള്ളവരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാകും. എന്നിൽ വചനം മാംസമാകും. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റും. സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രത്യേകമായി അഭിഷേകം ചെയ്ത കരങ്ങൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യപ്പെടും. ഇന്ന് ചേച്ചി പോവുകയും ചെയ്ത് ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് നമ്മളൊരു രോഗശാന്തി ശുശ്രൂഷ ചെയ്തില്ലേ? രോഗശാന്തി ശുശ്രൂഷ ഈശോ പറയുകയാണെ, നല്ല വലിയ രോഗശാന്തി ചെന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് ഓർത്തോണ്ടിരിക്കുന്നു. 3 പേര്. ദൈവമേ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്നിട്ട് ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാലേ. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ ഈ മറുഭാഷ എടുക്കുന്നതിന് ബാലേ വരുന്നത് അതെന്നതാ പോലും എനിക്ക് തിരിഞ്ഞില്ല. ഞാൻ ബാലേ ആരുടെയോ പേര് ചെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുമെന്ന് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു ബാലേ. പറഞ്ഞാൽ വീണ്ടും എൻ്റെ വായിൽ നിന്ന് പറഞ്ഞു ബാലേ. 3-ാം പ്രാവശ്യം കഴിഞ്ഞ് ബാലേ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു. ബാലെ പേരിൻ്റെ എന്നല്ല പറഞ്ഞത്. ഈ ഗ്രൂപ്പിലുള്ളവരെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചേച്ചി ഇരിക്കില്ലായിരുന്നു, ചേച്ചി പോയി കേട്ടോ. ഞാൻ അഭിഷേക പ്രാർത്ഥന ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ചേച്ചിയുടെ ഓമനപ്പേരെന്നാ ബാലേ. ഞാനിത് മറുഭാഷയാണെന്ന് ഓർത്തു. അതെന്നാ അക്ഷരം ഇത് അർത്ഥം കിട്ടാത്തതാണെന്ന് ഓർത്തു. എന്നെ ബാലയെന്നാ വീട്ടിൽ വിളിക്കും. ഞാൻ പറഞ്ഞു പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷമായി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അതാണ് നമ്മളിൽ വചനം മാംസമാകുമ്പോൾ നമ്മളിൽ നടക്കുന്ന വലിയൊരു പ്രക്രിയ. അപ്പോൾ നമ്മൾ വചനത്തെ സ്നേഹിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഈ വചനം മാംസമായി നമ്മിൽ അവതരിക്കും. എസെക്കിയേൽ എന്നിട്ട് പറയുക, എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വരയിൽ എസെക്കിയേൽ പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കരം എന്നെ മേൽപോട്ടുയർത്തി നിലത്തു നിന്ന് പൊക്കിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. പൗലോസ്ലീഹ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിനും തോന്നി അങ്ങോട്ട് പോകാൻ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ. ഇതെല്ലാം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പം ഈ എസെക്കിയേൽ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എന്നെ മേൽപോട്ട് ഉയർത്തി നിർത്തി. ഞാൻ താഴെ നിന്ന് പൊങ്ങിപ്പോയെന്നു. എന്നിട്ട് പറയാം, മനുഷ്യപുത്ര, നീ അങ്ങോട്ട് നോക്കിക്കുക, താഴ്വരയിലേക്ക് നോക്കിക്കേ. പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എന്നെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് സഹായകനായി വരിക. നടത്തിയിട്ട് അസ്ഥികളുടെ താഴ്വരയെ കാണിച്ചു കൊടുത്തിട്ട് പറയാം, മനുഷ്യപുത്ര, നീ അസ്ഥികളോട് പ്രവചിക്കുക. അസ്ഥികളെ നിങ്ങൾ ഉയർന്നെഴുന്നേൽക്കുവിൻ. അസ്ഥികളെല്ലാം ഉയർന്നേറ്റ ചരിത്രം ഇല്ലേ? കോടാനുകോടി അസ്ഥികളുണ്ട്. അവരെല്ലാം ഓരോ മനുഷ്യരൂപങ്ങളായി
പ്രഘോഷിച്ചോ? കർത്താവിന്റെ ആത്മാവ് ഈ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ, ധ്യാനം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോ നമുക്കൊക്കെ ഒത്തിരി വ്യക്തി തകർച്ചകള്, വിള്ളലുകളൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്, സമൂഹത്തിലും കാണും. അപ്പൊ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് പറഞ്ഞിട്ട് കയറി ചെന്ന് കഴിഞ്ഞാല് പിശാച് വരണ്ടോടും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന. എസെക്കിയേൽ അങ്ങനെ പ്രവചിച്ചു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രം എന്നോട് പറയാവുള്ളൂ. ദാനിയേൽ പ്രവചനത്തില് ദാനിയേല് 7 സിംഹങ്ങളുടെ നടുവില് 6 ദിവസം കിടന്നു. കർത്താവ് എന്നാ ചെയ്തത്? അവരുടെ എല്ലാം, സിംഹങ്ങളുടെ എല്ലാം വായടച്ചു. 2 ആടും കോഴികളും കൊടുത്തോണ്ടിരുന്ന, ജീവനോട് കൊടുത്തോണ്ടിരുന്ന ഈ ദാനിയേൽ പ്രവാചകന് അങ്ങനെ ഇന്നിങ്ങനെ വിഷമിച്ച് ഈ സിംഹങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ബാബിലോണിയയിൽ ഒരു പ്രവാചകന്മാർ ജോലി ചെയ്യുമോ? കുടുംബത്തിലുള്ളവർ, സമൂഹത്തിലുള്ളവർ ചെയ്യും. അപ്പൊ ഈ ബാബിലോണിലേക്ക് ഇയാള് ഒരു അപ്പവും കറിയും കൂടി എടുത്തോണ്ട് പോവാം. അപ്പം ദൈവത്തിന്റെ ദൂതൻ, പരിശുദ്ധാത്മ ശക്തി അവനോട് പറഞ്ഞു, ബാറൂഖേ, നീ ഇത് ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനോട് ഈ അപ്പവും കറിയും കൊണ്ട കൊടുക്കാം. ബാറൂഖ് ഇങ്ങനെ അസ്തമിച്ചു നിന്നു. ഹബക്കൂക്ക് അസ്തമിച്ചു നിന്നു, അങ്ങനെ അന്തരിച്ചു നിന്നു. ആണോ? ഇതെന്താ ഈ പറയുന്നത്? എവിടെയാ ബാബിലോണ്? എവിടെയാ ദാനിയേല്? എവിടെയാ സിംഹക്കുഴി? പരിശുദ്ധാത്മാവിനറിയാവോ? മുട്ടിക്കുത്തിന് പിടിച്ചോറ പറക്ക ബാബിലോണിന്റെ ആ സിംഹക്കുഴിയുടെ നിൽക്കുന്നത്. അപ്പോ ഈ മനുഷ്യൻ ഹബക്കൂക്ക് പ്രവാചകൻ സിംഹക്കുഴിയിലേക്ക് നോക്കിയപ്പോൾ പാവത്താനൊരു യുവാവ് ഇങ്ങനെ സിംഹങ്ങളുടെ നടുവിൽ എപ്പോഴാ വെച്ച് ചിന്തി കയറുന്നേ നോക്കിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറയും, ദാനിയേലേ, ഇതാ ഈ അപ്പം നീ സ്വീകരിക്കും. ഇത് ദൈവം തന്ന അപ്പമാണ്. ദാനിയേല് സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിയത് അവിടെ ഇരുന്ന സിംഹങ്ങളുടെ മുമ്പിലിരുന്ന് ഭക്ഷിച്ചു. നെബൂഖദ്നേസർ രാജാവ് ഈ സിംഹക്കുഴിയിൽ ഇതിപ്പോ ചത്തടിഞ്ഞ് എല്ലുമുല്ലും കാണിയല്ലെന്നോത്തോട് വന്നപ്പോൾ ഇവൻ നല്ല സിംഹനായിട്ട് നിൽക്കുന്നു. സിംഹനായിട്ട് നിൽക്കുക മാത്രമല്ല, ദൈവമേ, അങ്ങേ ഓർമ്മിച്ചവരെ അങ്ങൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഇത് പറയാൻ എനിക്ക് സാധിക്കണം. കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് ഉണ്ട്. സന്യാസ ജീവിതത്തിൽ തുടരാൻ പറ്റുമെന്ന് സംശയിക്കുമ്പോൾ ധൈര്യപൂർവ്വം പറയണം, കർത്താവിന്റെ ആത്മാവ്. മരണഭയമുള്ളവര് കർത്താവിന് കാഴ്ച വെക്കാനായിട്ട് കർത്താവ് പറഞ്ഞു തരുവാണ്. അപ്പൊ അങ്ങനെ ദൈവമേ അങ്ങനെ ഓർമ്മിക്കുക. അന്നേരം വീണ്ടും ഹബക്കൂക്ക് പറഞ്ഞത്, ദൈവം തന്ന ഭക്ഷണമാണ്. ഏലിയ പ്രവാചകനോട് ഇങ്ങനെ വിഷമിച്ച് മലയിൽ ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാന്നപ്പോൾ എസെക്കിയേലിനോട് ആരോടാ പറഞ്ഞ ചെറിയ പരംജാലം വന്നേ, ആരോടാ പറഞ്ഞേ? ഏലിയാനോട് പറഞ്ഞു, ഏലിയ, നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും. ഈ വിശുദ്ധ കുർബാനയാകുന്ന അപ്പം നമ്മൾ ഭക്ഷിക്കാനായിട്ട് ഇച്ചിരി വിഷമിച്ചാണെങ്കിലും പള്ളിയിൽ പോയി അനുദിനം ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച്, ഈ അപ്പം സ്വീകരിച്ച്, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമാകും. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടീൻ ലൈഫ് പോലെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ ഇതൊന്നും നടക്കില്ല. തളർന്ന് മടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ആവശ്യം. അതിനിടയ്ക്ക് വചനം തന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. 2 ഡോക്ടർമാർ നമ്മുടെ കൂടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട്. ഒരു രോഗി വരുമ്പോഴേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഓർക്കാത്ത വിധത്തിൽ മെഡിസിൻ പറഞ്ഞു കൊടുക്കും. സംശയമൊന്നുമില്ല. സിസ്റ്റർ ഇന്നോട് പറയണം, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത്
വൈദ്യൻ്റെ അടുക്ക പോകാൻ നീ മടിക്കണ്ടെന്നൊക്കെ പറയുന്നത്. ഇപ്പം അങ്ങനെ ഒരു കാര്യം. ഇനി ഞാൻ പിന്നെ തിരിച്ചു പോവുകയാണ്. ദൈവരാജ്യം എന്നാ തുടങ്ങിയെന്ന് പറഞ്ഞ് അനാദ്യം മുതലേ ഏത് വചനത്താലാ ദൈവരാജ്യം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് ഏത് വചനത്താലാണ്, പിതാവിൻ്റെ ഏത് വചനത്താലാണ് ദൈവരാജ്യം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പറഞ്ഞത്? പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശമുണ്ടായി. അതിനുശേഷം മനുഷ്യരിൽ ദൈവരാജ്യം ഉണ്ടാകാനായിട്ട് പ്രത്യേക ദൈവം എന്ത് കൽപ്പിച്ചരുളി? നമുക്ക് അല്ലെങ്കിൽ പ്രോസസ്സായിട്ട് കണ്ടുവരികയാണ്. അങ്ങനെ കണ്ടുവന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് തെറ്റ് സംഭവിച്ചു. ഇങ്ങനെയെല്ലാം ഇങ്ങനെ വന്ന് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയായി വചനം മാംസമായിട്ട് പറയാം, ഞാൻ തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ കർത്താവ് 3 വർഷം പരസ്യ ജീവിതം സഭ സ്ഥാപിച്ചു. അവൻ്റെ ഹൃദയത്തിൽ നിന്നും പൊട്ടി ഒഴുകിയ രക്തവും ജലവും സഭയ്ക്ക് വിശുദ്ധ കുർബാനയും മാമോദീസായും അങ്ങനെ നമ്മുടെ കത്തോലിക്ക തിരുസഭയുണ്ടായി. അതാണ് ദൈവരാജ്യത്തിൻ്റെ വിത്ത്. ഓരോരുത്തരിലും ഈ ദൈവരാജ്യത്തിൻ്റെ വിത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ പറഞ്ഞായിരിക്കില്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്. ഇതെന്ത് വലിയ രഹസ്യങ്ങളാണെന്ന് അറിയാവോ? വചനത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ രഹസ്യങ്ങളാണ്. അവർ ഒരുപാട് ശിഷ്യന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സാധനം ഉണ്ടാവും എന്നുള്ളത് വളരെ സത്യമാണ്. 1-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള മതപീഡന കാലത്ത് എല്ലാം നമ്മുടെ സ്ലീഹന്മാരെല്ലാവരും രക്തസാക്ഷി. ഇവിടെ എത്ര പേരുടെ ഈശോയേറ്റ് വന്നതിന് എത്ര പേരുടെ ഫസ്റ്റ് ക്ലാസ് ക്രെഡിറ്റ്സ് ആയിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു. ഇനി ദൈവരാജ്യം ഇങ്ങനെ വളർന്നു വന്നിട്ട് അവസാനം ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം എവിടെയാണ് സംഭവിച്ചതെന്നറിയാമോ? ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചത് എവിടെയെന്നറിയാമോ? കുരിശിൽ കിടന്ന് പടഞ്ഞ് മരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈശോ മരിച്ചപ്പം എന്തായി? ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം. കരങ്ങളടിച്ചു നന്ദി പറഞ്ഞ കർത്താവിന്. അപ്പം ദൈവരാജ്യം പൂർത്തീകരിച്ചു. ഇനി അത് നമ്മൾ ചെന്നെത്തുന്നതെന്ന നമ്മുടെ മരണത്തോടെ ദൈവരാജ്യത്തിൽ പങ്കാളിത്തം നമുക്ക് ലഭിക്കുക. കുരിശിൽ കിടന്ന് മരിച്ചപ്പോഴാണ് ഈ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി അവിടുന്ന് വ്യാപകമാക്കി. പിതാവായ ദൈവത്തിലേക്ക് മനുഷ്യപുത്രരെ അടുപ്പിച്ചപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണം ഓരോ സ്ത്രീകൾ വളരെ പച്ചയായ വിധത്തിൽ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ മുഖാഭിമുഖം കാണുന്നു, കണ്ണാടിയിലൂടെ കാണുന്നു, എന്നാൽ നിങ്ങൾ മുഖാഭിമുഖം കാണുന്ന ഒരു നിമിഷം വരും. അതെന്നാ? തനത് വിധിയുടെ സമയത്താണ്. തനത് വിധിയുടെ സമയത്ത് വീണ്ടും അത് ഉയർന്നു വന്ന് അന്തിമ വിധിയിലേക്ക് വരുമ്പോൾ ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. അതിൻ്റെ പേരാണ്, ആ സ്വർഗത്തിൻ്റെ പേരാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപാടിലാണ് ഈ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം. ഈശോ സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണിമയിലേക്ക് നമ്മൾ വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മേൽ എന്നേക്കും കൂടെ അയക്കാൻ ഒരു സഹായകനെ അയക്കും. അവൻ വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയാണ് സഹോദരങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ, അത് മുമ്പേ ഞാൻ പറഞ്ഞത്, അച്ചാരമായി മുദ്ര കുത്തിയിരിക്കുന്ന മുദ്ര, സീല്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ജീവജല നദിയിലെല്ലാം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വലിയ സ്പർശനം ഒഴുകി ഇറങ്ങുന്നത് കാണുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി 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 വര വര വര. ആത്മാവേ 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 ഞങ്ങളോട് അധ്വാനിക്കണമേ അധ്വാനിക്കണമേ അധ്വാനിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം കുരിശിൽ പൂർത്തിയാക്കിയപ്പോഴ സഭയിലുള്ളത്, സഭ ഭൂമിയിലുള്ളത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ 40 ദിവസം ഉദ്ധിതനായി ഈശോ ദൈവരാജ്യത്തെ കുറിച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്? 40 ദിവസം. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അവൻ 40 ദിവസം ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യരെ പോലെ തന്നെ, പക്ഷേ ആ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അക്ഷയം, ലഘുത്വം, ദീപ്തി. ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ട് അവരുടെ
കുഞ്ഞുമക്കളെ വാ, ഇത് ആവോളം ഭക്ഷിച്ച, ഒരു കഷ്ണമൊന്നുമില്ല, ആവോളം ഭക്ഷിച്ചോളാം. കുർബാനയുടെ ആദ്യത്തെ കടൽ തീരത്തെ കുർബാനയുടെ അനുഭവം. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമുക്ക് അഭിഷേകമായി വരുന്നത്. ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ 21-22 അധ്യായത്തില് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയും പറയുമ്പോൾ ആദ്യമേ തന്നെ വചനം സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: ഇത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, നമ്മുടെ കൂടെ, നമ്മുടെ ഇടയിൽ. വിശുദ്ധ സ്വീകരിച്ചാലല്ലേ അരൂപി ദീപികാരനെ സ്വീകരിച്ച് ദൈവത്തിന്റെ കൂടാരം, വചനം മാംസമായി ഉണ്ണീശോ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഹല്ലേലൂയ പാടിക്കേ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് മന്ത്രിച്ച് വിശുദ്ധിയുടെ അഭിഷേകം നിങ്ങൾക്കുണ്ടാവട്ടെ. അവിടെ 21 അധ്യായത്തിൽ പറയാം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അതാണ് അവസാനത്തില് സ്വർഗത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് ദൈവവും നിങ്ങൾ ജനവുമായിരിക്കും. അവിടുന്ന് മനുഷ്യ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കുമെന്ന് പറയുന്നത്. ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഒന്നും ഉണ്ടാകില്ല. ഞാനല്ല ഈ പറയുക, ദൈവത്തിന്റെ വചനമാണ് സംസാരിക്കുന്നത്. ഇനി നിന്നിൽ പിശാചിക്കുകയാണ്, സംശയം വേണം. അയ്യോ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളോ, നോ. ഇനി നിനക്ക് ദുഃഖമോ മുറവിളിയോ വേദനയോ ഒന്നും ഉണ്ടാവുകയില്ല. വിശ്വസിക്കാൻ പറ്റുന്നവർ കൈയടിച്ച് നന്ദി പറയണം. എന്തുകൊണ്ടാണെന്നറിയാമോ? പഴയതെല്ലാം കടന്നുപോയി. കർത്താവ് എപ്പോഴും പ്രസന്ന. നമ്മളാണ് ഭൂതവും ഭാവിയും എല്ലാം എണ്ണിപ്പെറുക്കി പണ്ട് ഞാൻ മദറായിരുന്നപ്പോൾ ഞാൻ എന്തേറെ സഹിച്ചോ. ഹെഡ് മിസ്ട്രസ് ജോലി ചെയ്യും, എൻ്റെ പൊന്നി വരഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെഡ് മിസ്ട്രസ് വരുന്നിട്ടുണ്ട്, മദർ വരുന്നിട്ടുണ്ട് കേട്ടോ. എന്തേലും പാടുപെട്ടെന്നറിയാമോ? ആരും ഒന്നും സഹായിക്കാനില്ല. ഇന്നലെ കഥ പറയാം, പഴയതെല്ലാം കടന്നുപോയി. പഴയ കാര്യങ്ങളൊന്നും ഞാൻ പരിഗണിക്കുകയോ ഓർമ്മയിൽ വെക്കുകയോ ചെയ്യുകയാണ്. ഇനി കുറ്റബോധത്തിൽ ഒത്തിരി മോചനം നേടി, എന്നാലും ഒരു വചനം കർത്താവ് തന്നപ്പോൾ അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എബ്രായ ലേഖനം 10:17 ഈശോ പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞു തരിക? നിന്റെ, ആരുടെയാ? എൻ്റെ. എൻ്റെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങോട്ട് അഭിഷേകമായി മാറിക്കോളും. എൻ്റെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഈശോ ഒരിക്കലും ഓർമ്മിക്കുകയില്ല. പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് ഗദസമേനയിലെ ഈശോയുടെ ശരീരത്തിൽ നിന്നും വേർപ്പ് തുള്ളികൾ ഇറ്റിട്ടായി നമുക്ക് ഇത്തിരി കുത്തി നിറച്ച് പാപം എല്ലാം കൂടെ ഇങ്ങനെ മുള്ളുകൾ പോലെ കർത്താവിലേക്ക് തറച്ചു ചെന്ന് കഴിയുമ്പോൾ രക്തത്തിൽ ഈ അമ്മമാരൊക്കെ പണ്ടൊരിക്കലും ഒരു 10-11 പിള്ളേരോട് ഭയങ്കര തിരിയോ. എന്നിട്ട് ചേച്ചി വന്നിട്ട് പറയാം, ഇച്ചിരി പ്രായം സിസ്റ്ററെ, എൻ്റെ ചോരയും നീരും കൊടുത്ത് ഞാൻ വളർത്തിയ മക്കള് എന്നെ ഇപ്പം തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ചോരയും നീരും തന്നാണ് ഈശോ നമ്മളെ ഉയർത്തിയത്. എന്നിട്ട് അവരെന്നെ തിരിച്ചറിയാതെ ലോകത്തിലേക്ക് പോവുക. ശരിയല്ലേ? പക്ഷെ ഞാൻ പട്ടിണി കിടന്ന് അവരെ വളർത്തിയത്. എൻ്റെ ചോരയെ അവർ ഊറ്റി കുടിച്ചത് 11 മക്കൾ. എന്നിട്ടത് അനാഥാലയത്തിൽ ഇവിടെ ധ്യാനിക്കാൻ നോക്കി. അപ്പം ഈശോ ഇങ്ങനെ ചോരയും നീരും, നമ്മൾ പറയാം വേർപ്പുതുള്ളികൾ വീച്ചിച്ചു വീണു രക്തത്തുള്ളികളായി. അങ്ങനെ ഈശോ നമ്മളെ സ്നേഹിച്ച ആ ഈശോ പറഞ്ഞത് പഴയതെല്ലാം കടന്നുപോയി കേട്ടോ. ഞാൻ പഴയതൊന്നും ഓർക്കില്ല, എന്നെ പരിഗണിക്കുക പോലുമില്ല, ഞാൻ മറന്നുപോയെന്ന് പറയുന്നത്. അത് തന്നെയാണ് മിഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ 7:19 പറയുന്നത്, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ ചവിട്ടി മരിക്കും. ചവിട്ടി മരിക്കും എന്ന് പറഞ്ഞാൽ എന്നതാ? ഈശോ അതെല്ലാം സ്വന്തമാക്കി സ്വീകരിച്ചു. ചവിട്ടി മരിച്ചിട്ട് ആഴിയുടെ ആഴത്തിലേക്ക് ഞാൻ തൂത്തെറിയുന്ന. ആർക്കെങ്കിലും ചുണയുണ്ടോ? നീ പറഞ്ഞ കുറ്റം പറച്ചതിൻ്റെ പാവം സമുദ്രത്തിൽ ചെന്ന് തപ്പിയെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കള്ളത്തരം കാണിച്ചത്, കട്ടെടുത്തത്, ഏഷണി പകർത്തിയത് ഏത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ ചെന്ന് തപ്പിയെടുക്കാൻ പറ്റുന്നത്? അവിടെ ആഴിയുടെ
നിങ്ങളൊന്നും കിട്ടിയില്ലല്ലേ കുഞ്ഞുമക്കളെ? ഒരു കാര്യം ചെയ്തേ, വലതുവശത്തേക്ക്, ആഴിയുടെ വലതുവശത്തേക്ക് വര ഇട്ടേ. പത്രോസിൻ്റെ പരിചയം. ചിലരൊക്കെ എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് നല്ല പരിചയമുണ്ടെന്നേ എന്ന് ആരെങ്കിലും ഉയർത്തി ശ്രദ്ധിക്കാവോ? പിശാചാരങ്ങളൊക്കെ വല്ലത്തെ എടുത്തോണ്ട് പോകുന്നല്ലോ. ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവേ, ഈശോ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹക്കട്ടകളെ എന്ന് വിളിച്ചേ, പരസ്പരം സ്നേഹക്കട്ടകളെ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ. എന്തോ ഒരു ദിനം മുഖത്ത് നോക്കി വിളിക്കണം. മുഖത്ത് നോക്കി സ്നേഹക്കട്ടകളെ എന്ന് വിളിച്ചേ. മുഖത്ത് നോക്കി വിളിച്ചേ. അഭിഷേകം ഉണ്ടാകട്ടെ. എന്നാ സ്നേഹം അറിയാം. ഇപ്പം നിങ്ങളുടെ മുഖം കാണാൻ 32 വരും വെളിയിൽ സന്തോഷം കേട്ടോ. ഈ പത്രോസിനോട് ഈശോ പറയുകയാണേ, അതിലൊന്നും കിട്ടിയില്ലേ, അധ്വാനിച്ച് കാണിക്കല്ലേ? ഒരു കാര്യം ചെയ്യും, വള്ളത്തിൻ്റെ വഞ്ചിയുടെ വലതുഭാഗത്ത് വലയിടാം. പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ പൊട്ടത്തിലാണ് പറയണേ. നീ മുക്കോനല്ലോ, ഞങ്ങളല്ലേ വർഷങ്ങളോളം മുന്നാളായിട്ട് ഈ കടലിൽ കിടന്നുകൊണ്ട് വലിയ ഞങ്ങളോടാണ് പറയണത്. ഇത്രയല്ല, അവിടെ കിട്ടതാന്നേ വല. എന്നിട്ട് കർത്താവ് പറയാം, വഞ്ചിയുടെ വലതുവശത്തേക്ക് വലയിറക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ സഹോദരങ്ങളെ? അതിൻ്റെ അർത്ഥം എന്നതാണ്, വലതുവശത്ത് മാത്രമേ ഉള്ള വല, മീൻ. അതിൻ്റെ അർത്ഥം എന്നതാണ്? അവരെന്നിട്ട് തർക്കം. ആഹാരമുള്ളതുകൊണ്ട് ഒട്ടും കീഴ്വഴങ്ങിയല്ലോ നമ്മുടെ വചനത്തിന്, ശാക്തിയുള്ളതുകൊണ്ട് ഒട്ടും കീഴ്വഴങ്ങിയല്ലോ നമ്മുടെ വചനത്തിന്. അതിൻ്റെ അകത്ത് രഹസ്യം കേട്ടോ സഹോദരങ്ങളെ? പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വലയിറക്കും. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിലേക്ക് നീ വലയിറക്കും. വിശുദ്ധ കുർബാന കാൽവരിയിലെ പരമയാഗം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളിരുന്ന് ഓർമ്മോ എന്നാ ചെയ്യുന്നു? അവിടെ വലയിറക്കും. വല പോകത്തക്ക വിധത്തിൽ എത്ര മത്സ്യങ്ങളാ? എണ്ണമില്ല. ആ എണ്ണ പറയുന്നത് അസംഖ്യം എന്ന് പറയുന്നതാണ്. അത്രയും കിട്ടും. നീ വിശുദ്ധ കുർബാന നന്നായിട്ടൊന്ന് കണ്ടേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും നിങ്ങൾക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോടുകൂടി അധ്വാനിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് അധ്വാനിക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് കിട്ടുന്നത്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞത്. അപ്പം മനസ്സിലായ, വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കാൻ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയുടെ പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാം സമർപ്പിക്കും. വല കിട്ടും. നിങ്ങളുടെ അധ്വാന ഫലങ്ങളെല്ലാം നിങ്ങൾ സമർപ്പിച്ച് അത് അറപ്പുരകൾ നിറയും. ഈ വചനത്തിന് പേര് ആഴെന്നറിയാമോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ എന്താ കർത്താവ് ഇതിനെക്കുറിച്ച് പറയിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. വിശുദ്ധ കുർബാന ചെല്ലാനായിട്ട് പങ്കെടുക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ വലിയ വസ്തു ആരാ? ഞാൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ ഒത്തിരി എന്താ പറയുക, മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഒത്തിരി കഷ്ടനഷ്ടങ്ങളുണ്ടാവും. എൻ്റെ കയ്യിൽ സഹോദര സ്നേഹത്തിന് ഒത്തിരി ഇടിവുണ്ടാവും. ഇതെല്ലാം ഹൃദയത്തെ ഒരു ബലിപീഠമാക്കിയിട്ട് ആ ബലിപീഠത്തിലേക്ക് ഇറക്കി വെക്കണം. എല്ലാം ഇറക്കി വെക്കണം. നിൻ്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുക. ബലിപീഠത്തിൽ ഇറക്കി വെക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാവുമേ. ഈശോ മരിക്കുന്നത് എപ്പോഴാണ്? ഈ കുർബാനയുടെ ഭാഗത്ത് ഈശോ എപ്പോഴാണ് മരിക്കുന്നത്? കാൽവരിയിലെ യാഗം അതേപടി പുനരാവിഷ്കരിക്കപ്പെടുകയാണല്ലോ. എവിടെ ഈശോ മരിക്കണേ? ഉറങ്ങുമ്പോഴാണോ? എപ്പോഴാണ് ഈശോ മരിക്കുന്നത്? എപ്പോഴാണ്? കുർബാനയിൽ കാസായും വിലാസായും ഉയർത്തിപ്പിടിക്കുമ്പോഴല്ല ഈശോ മരിക്കുന്നത്. അതെപ്പോഴാണെന്നറിയാമോ? ഗെത്സമനിയിൽ യൂദാസ് വന്ന് ഒറ്റിക്കൊടുത്ത് അടയാളികൾ ഈശോയെ വലിച്ചിഴച്ചുകൊണ്ട് പോവുക കാരാഗ്രഹത്തിലേക്ക്. അത് മരണമല്ല. എപ്പോഴാണ് മരിക്കണേ? ഇത് എൻ്റെ ഒരിച്ചോ എൻ്റെ ശരീരമാണോ? പെസഹാനാളിൽ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ സമയമായി, അല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞപ്പോൾ കുർബാന സ്ഥാപിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പമെടുത്തുയർത്തിട്ട് മുറിച്ചു വിളമ്പി. കർത്താവ് തന്റെ ശരീരമെടുത്ത് മുറിച്ചു വിളമ്പി നമുക്ക് തന്നു. രക്തം ചിന്തി. അവിടെയാണ് ഈശോ മരിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഉദാശാദിന്
രണ്ടോ വ്യക്തികൾക്കൊക്കെ അറിയാമായിരിക്കും. അല്ലേ, നമ്മളിങ്ങനെ കാസായും വിലാസായും എല്ലാം കാഴ്ച വെക്കാനുള്ള സമയമാണ്. ഒരു തുള്ളി വെള്ളത്തിനോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വയ്ക്കും. അപ്പം അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു തരി ഞാൻ അത്രേ ഉള്ളൂ ഈശോയെ, ഇതിനെ എന്നെ ഈശോയുടെ ശരീരമാക്കി തരണമേ. വെള്ളത്തിലാതെ ഈശോ കൊടുക്കുമ്പോൾ ഈശോയെ അങ്ങനെ രക്തമാക്കി എൻ്റെ നെടുവീർപ്പുകളെല്ലാം മാറ്റി തരണേ. എല്ലാവരും സമയം വളർച്ചയാക്കി എന്നേരമുള്ള നമ്മൾ പ്രാർത്ഥിക്കണം, കുർബാനയിൽ പങ്കെടുക്കണം. ബലിവസ്തുവായ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ കൃതജ്ഞതാബലി അർപ്പിക്കുകയും അങ്ങനെ ഈശോ മരിച്ചു കിടന്നിട്ട് ആ മരണത്തിലേക്ക്, ആ കുരിശിൻ ചുവട്ടിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മാതാപിതാക്കൾ, മക്കളെ, കഷ്ടനഷ്ടങ്ങളെല്ലാം പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വന്നിട്ടുണ്ടല്ലോ. ഈശോ ഇങ്ങനെ ബലിപീഠത്തിൽ മരിച്ചു കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? വൈദികൻ എന്നാ പറയുന്നത്, നിന്റെ പരിശുദ്ധാത്മാവ്, ഉറക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ നിശബ്ദരായിട്ട് പ്രാർത്ഥിച്ചോളാം, അതൊരു മഹാത്ഭുതം കാണാൻ പോവുക. നിന്റെ പരിശുദ്ധാത്മാവ് ഈ കുർബാനയിൽ ആവസിച്ച്. കേട്ടിട്ടുണ്ടോ വചനം? ഈ കുർബാന എന്ന് പറഞ്ഞാൽ കുർബാന ഒരു സമർപ്പണമാണ്. നീ എന്തെല്ലാം ബലിപീഠത്തിൽ സമർപ്പിച്ചിട്ടുണ്ടോ, ഈശോയുടെ മൃതശരീരത്തിന് അടുത്ത് നീ എന്തെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ടോ, എന്തെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ, പരിശുദ്ധാത്മാവെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ പവിത്രീകരിച്ച് വിശുദ്ധീകരിച്ച് ഈശോയുടെ ശരീരവും രക്തവുമാക്കി മാറ്റണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ, ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ ആ മരിച്ച ശരീരം, ഈശോയുടെ ശരീരം ഉയർപ്പിക്കപ്പെടും. ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെയാണ് നമ്മുടെ കിടക്കുന്നത്. നമ്മളതൊന്നും ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെന്ന് പറയുമ്പോൾ ആർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, തിരിച്ചറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുന്നള്ളി ഈശോയുടെ ശരീരത്തെയും രക്തത്തെയും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ ശരീരത്തിൻ്റെ മേലും ഈ രക്തത്തിൻ്റെ മേലും ആവസിച്ച് അതിനെ പൗത്രീകരിച്ച് വിശുദ്ധീകരിച്ച് ഉയർപ്പിക്കും. പരിശുദ്ധാത്മാവാണ് ഈശോ ഉയർപ്പിച്ചത്. അത് ഈശോ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ്. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ട് വചനം സാക്ഷിക്കുന്നുണ്ട്. എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം അധ്യായം കൂട്ടി വായിച്ചാലേ പറ്റുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ അപരിമേയ ശക്തി, അതായത് ദൈവത്തിൻ്റെ അപരിമേയ ശക്തി ആരാ? പരിശുദ്ധാത്മാവ്. ആ ശക്തി വ്രതമായി കിടക്കുന്ന ഈ ശരീരത്തിലേക്ക് ചെന്നിട്ട് പരിശുദ്ധാത്മാവാണ് ഈശോയുടെ ശരീരത്തെ ഉയർപ്പിക്കുന്നത്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവൊന്നും എഴുന്നേണ്ടി വരില്ല. കാറ്റതിന് ഇഷ്ടമുള്ളതേക്ക് പോകും, കാറ്റതിന് ഇഷ്ടമുള്ളതേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എഫെസസുകാരുടെ ലേഖനത്തിൽ അടയാളമെല്ലാം പോയി. കർത്താവ് പറയാണ്, ശ്രദ്ധിച്ച് കേൾക്കണമേ. എഫെസസ് 17-ാം വാക്യം 1:17 പറയുന്നത്. നിങ്ങളതൊന്ന് വചനം എടുത്ത് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിഷേകം ഉണ്ടാവും. കണ്ടോ? എല്ലാവരും കൂടെ നമ്മുടെ എടുക്കട്ടെ എല്ലാവരോടും കൂടി വായിക്കാൻ പറഞ്ഞാൽ ഞാനും അത് അനുസരിക്കണമല്ലോ. കിട്ടിയോ? എഫെസസ് 1:17. കയ്യിലിങ്ങനെ വചനം എടുത്ത് പിടിച്ച് എന്നിട്ട് നമുക്ക് വായിക്കാം. നിക്ക് ഓടാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവിന് എപ്പോഴാണ് നമ്മൾ അവനെ പ്രഖ്യാപിച്ചത്? മാമോദീസ. രക്ഷകനും നാഥനും കർത്താവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം, അബാപിതാവ് ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. ഞാനും അത് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ
വിശുദ്ധരാണ്. വിശുദ്ധര് ക്രിസ്ത്യാനികളായ എല്ലാവരും വിശുദ്ധരാണ് കേട്ടോ. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആരെയാ? പ്രോമീസ് ആരുടെയാ? ദൈവത്തിൻ്റെ പ്രോമീസ് എന്നതാ. ആരാണത്? പരിശുദ്ധാത്മാവ്. ആ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവൻ്റെ, ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്, എന്നിട്ട് പറയുകയാണ് 18 പ്രത്യേകിച്ച് പറയുന്നത്, അതുവഴി ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ അതുവഴി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത, അപരിമേയമായ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. എത്ര മാത്രമാണെന്ന് വ്യക്തമാകട്ടെ. എന്നിട്ട് പറയുകയാണ് 20-ാമത്തെ വചനം, മക്കള് തിരിച്ചറിവ് ഉണ്ടാവട്ടെ, തിരിച്ചറിവുണ്ടാവട്ടെ. 20-ാമത്തെ വചനം നോക്കിക്കേ. ക്രിസ്തുവിനെ വായിച്ചു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ഒക്കെ വായിച്ചു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ അപരിമേയ ശക്തിയാണ്. അപ്പൊ ആരാ ഈശോയെ ഉറപ്പിച്ചത്? ആരാ? പരിശുദ്ധാത്മാവ്. പിതാവിന്റെ വലതുഭാഗത്ത് കൊണ്ട് ഇരുത്തിയത് ആരാ? ആരെ കൊണ്ട് ഇരുത്തിയത്? ആരെ കൊണ്ട് ഇരുത്തിയതാ? ഉച്ചറാണി പരിശുദ്ധമ്മയാണ്. എങ്ങാണ്ട് പരവിചാരം പോയി. ആ സിസ്റ്ററുടെ നിന്ന് തെറ്റി തെളിച്ചോളുന്നേ. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പറയും. അതറിയില്ല, അതൊന്നും ഈശോയ്ക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ഹൃദയം കെട്ടുപോകാതിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ആത്മാവിനെ അടിച്ചുകൊണ്ടിരിക്കട്ടെ. അതിലേക്ക് കർത്താവ് കൊണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറയുകയാണ് അപരിമേയമായ ശക്തി മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവിടെ പ്രവർത്തിച്ചത് ആരാ? പരിശുദ്ധാത്മാവ്. ഈ അറിവ് നേരത്തെ ഉണ്ടായിരുന്നവർ മാത്രം കൈവയ്ക്കും. ഹൃദയമല്ലേ ഈശോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഈ അറിവുണ്ടാകട്ടെ. ഏതറിവ്? ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തത് ഈ അപരിമേയ ശക്തിയാണ്. വലിയ രഹസ്യം സംഭവിക്കും. അപ്പൊ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കും. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയോട് കൂടെ എന്നെയും പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഇരുത്തും. അടുത്ത വചനം നോക്കിക്കേ. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും എല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അവനെ അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾ കീഴിലാക്കിയെന്ന് പറയുന്നു. ഇനി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു വലിയ കാര്യം കൂടി പറയുവാണ്. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് നമ്മൾ കണ്ട വചനം അല്ലേ? അങ്ങനെ നമ്മളെയും ഉയർപ്പിക്കുന്നത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെയും ഉയർപ്പിക്കുന്നത് ആര് തന്നെയാണെന്ന് പറയുന്നത്? ഈശോയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മളെപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണോ സഹോദരങ്ങളെ? എൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവമായ പരിശുദ്ധാത്മാവേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നെന്ന് മക്കളുടെ ഹൃദയം മന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹിച്ച് ഇനി ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞ് എൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങനെ വിളിക്കാമോ? സ്വാതന്ത്ര്യമുള്ള ദൈവമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണത്. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കും, ഞാൻ അങ്ങയെ സ്നേഹിക്കും. എൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് മുദ്ര കുത്തിയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടികളാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അത് പറഞ്ഞു കേൾക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുണ്ട് പറയാൻ പറയുമ്പോൾ
കുടുംബത്തിലെ രക്ഷാകർത്താവ് ആരാ? ഹസ്ബൻഡാ അല്ലേ? എൻ്റെ പരിശുദ്ധാത്മാവെന്ന ആലയത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റിരിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ പറയാറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധാത്മാവ് അല്ലേ? അപ്പം നമ്മളെല്ലാവരും ആരാ? പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടികളാണ്. നമ്മൾ ലോകത്തിൻ്റെ മണവാട്ടി നോക്കിയാൽ ശരിയാകത്തില്ല. നമ്മൾ ആത്മാവിൻ്റെ മാത്രം നോക്കുന്നത്. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ മണവാട്ടി എന്ന് പറയുമ്പോൾ പുരുഷന്മാരോർത്ത് ഈ ഇതിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് മണവാട്ടിയാവുന്നത്? പെണ്ണുങ്ങളല്ലേ മണവാട്ടി? നമ്മളെങ്ങനെയാണ്? ഈ പുരുഷന്മാരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിലുള്ള ആത്മാവിൻ്റെ കാര്യമാണേ പറയുന്നത്. അക്ഷയം, ദീപ്തി, ദേവത്വം, സൂക്ഷ്മം എന്നീ മഹിമ പ്രതാപത്തോടുകൂടി ഇരിക്കുന്ന ഭൗതിക ശരീരത്തിൻ്റെ കാര്യമാണേ പറയുന്നത്. സിസ്റ്റേഴ്സെ, ഈശോയുടെ മണവാട്ടികളായിരിക്കുന്നവരൊന്ന് കൈവയ്ക്കുകയും അല്ലേ? എന്തുപാട് വിട്ടാവുക. കർത്താവ് കാണുന്നുണ്ട്. നാണക്കെടണോ? ഈശോയുടെ മണവാട്ടി. നമ്മുടെ വ്രത ജീവിതത്തിലൂടെ ഈശോയുടെ മണവാട്ടിയും ആത്മാവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടികളുമാണ്. അതുകൊണ്ടാണ് തങ്കക്കട്ടകളെ സ്വർണ്ണക്കട്ടകളെ എന്നൊക്കെ വിളിക്കുന്നത്. ഒരു ദിവസം ഞാനൊരു ഇവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നത്, എന്താ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഈശോ പറ്റിയത് എൻ്റെ പങ്ക് വീട്ടിലിരിപ്പുണ്ടെന്ന്. അവന് പങ്ക് വൈകുന്നേരം കഴിച്ചു, ഇപ്പം ചോറിട്ടിട്ടുണ്ട്. അല്ലെന്നേ എൻ്റെ പങ്ക് വീട്ടിലിട്ടുണ്ട്. ആരാ ഈ പങ്ക്? വൈഫ്. ഇപ്പം നമ്മളെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിട്ട് പങ്കിനെ കൊണ്ടാണ്. യു ആർ മൈ പാർട്ട് ഓഫ് മൈ ലൈഫ്. പിന്നെ സ്നേഹത്തിൻ്റെ കട്ടള അല്ലേ? യു ആർ മൈ പാർട്ട്. ഒരു ദിവസം ഇങ്ങനെ 10 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആരാ എന്ന് ചോദിച്ചു കിട്ടാതെ ഞാൻ ഉത്തരം കിട്ടാതെ പോവുകയല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞായിരുന്നു, നീ എൻ്റെ പങ്കാണെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര സഹനം എന്ന് പറഞ്ഞ് ഭയങ്കര സഹനം. ഞാൻ രാത്രി 2 മണിയായപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ബലിപീഠത്തിന് താഴെ നീ എൻ്റെ പങ്കാന്നൊക്കെ പറഞ്ഞ് ഇത്രയും താലോലിച്ചിട്ട് ഇപ്പം എന്നതാ സംഭവിക്കണേ? എനിക്ക് പറ്റിയല്ലേ? ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി എന്നറിയാമോ? യു ആർ മൈ പാർട്ട് ആൻഡ് മൈ പാർട്ട് ഓഫ് മൈ വൂണ്ട്സ്. ഭയങ്കര രഹസ്യമായിരുന്നത്. എൻ്റെ മുറിവിൻ്റെയും കൂടി പങ്കാണ്. ഇപ്പോൾ ഭർത്താക്കന്മാർ തൻ്റെ മാനസിക ബന്ധം മുഴുവനോടെ ഭാര്യയോട് ചിലപ്പോൾ പറഞ്ഞു വരികയില്ല. അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ട്. മദർമാരല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് മാനസിക ബന്ധം മുഴുവൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ പറഞ്ഞെന്ന് വരികയില്ല. കർത്താവ് എനിക്ക് ഉത്തരം തന്നു, യു ആർ മൈ പാർട്ട് ആൻഡ് മൈ പാർട്ട് ഓഫ് മൈ വൂണ്ട്സ്. എൻ്റെ മുറിവിൻ്റെ ഈശോ എന്തൊരു മാനസികത അനുഭവിച്ച ആളല്ലേ? തിരസ്കരണത്തിൽ, വഞ്ചനയിൽ, ചതിയിൽ, വാക്കിൽ കൊടുക്കാൻ എന്തില്ല ഈശോ എനിക്ക് പങ്കുവെച്ച് തന്നത്. എൻ്റെ മനസ്സിൻ്റെ വ്യഥയ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-29 വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനും കൂടെയുള്ള വരം നിനക്ക് നൽകപ്പെട്ടിരിക്കും. എനിക്ക് തിരിച്ചറിവ് തന്നു കർത്താവ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിന്നെ എതിർത്തോർക്കുള്ള ശിക്ഷയും നിനക്ക് രക്ഷയും. ഈ സഹനത്തിലൂടെ സഹനം വരം തരുമ്പോൾ നമ്മളെ രൂപപ്പെടുത്തും, സങ്കടപ്പെടും. പക്ഷെ സഹനം വന്നു കഴിഞ്ഞാണല്ലോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാവും? നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ. എഫെസോസുകാരുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 17 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരാൻ നിനക്ക് കൃപ ലഭിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കൊന്ന് എഴുന്നേക്കാം അല്ലേ? നല്ലതായി പ്രാർത്ഥന 5 മിനിറ്റ് ഉണ്ട്. എഴുന്നേറ്റും നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം.